നമോ ഭഗവതേ വാസുദേവായ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 85 ജരാസന്ധവധം രാജസൂയം. ശ്ലോകം 7. തതഃ സവനകർമ്മണി പ്രവരമഗ്രപൂജാവിധിം വിചാര്യ സഹദേവവാകനുഗതഃ സധർമാത്മജഃ വ്യഥത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനേ തദാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദധൗ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തതഃ സവന കർമ്മണി പ്രവരം അഗ്രപൂജാ വിധിം വിചാര്യ സഹദേവ വാക് അനുഗതഃ സധർമാത്മജഃ വ്യഥത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനേ തദാ സസുര മാനുഷം ഭുവനം ഏവ തൃപ്തിം ദധൗ. അർത്ഥം: തത അനന്തരം സവനകർമ്മണി സോമയാഗത്തിൽ പ്രവരം പ്രമുഖമായ അഗ്രപൂജാവിധിം അഗ്രപൂജ ചെയ്യുന്നത് സംബന്ധിച്ച് വിചാര്യ ആലോചിച്ചിട്ട് സഹദേവവാകനുഗത സഹദേവന്റെ വാക്കനുസരിച്ച് സ ആ ധർമാത്മജ ധർമ്മപുത്രർ വിശ്വഭൂതാത്മനെ വിശ്വരൂപനായ ഭവതേ അങ്ങേക്കായിക്കൊണ്ട് സദസി രാജസദസ്സിൽ വെച്ച് മുത സന്തോഷത്തോടുകൂടി വ്യഥത്ത ചെയ്തു. തത് അപ്പോൾ സസുരമാനുഷം ദേവമനുഷ്യർ നിറഞ്ഞ ഭുവനം ഏവ ലോകം മുഴുവൻ തന്നെ തൃപ്തിം സന്തോഷത്തെ ദധൗ വഹിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തതഃ അവിടെ വിസർഗം, സവന കർമ്മണി പ്രവരം അഗ്രപൂജാ വിധിം ധിം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിചാര്യ സഹദേവ വാക് അനുഗത. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സ ഒന്ന് മതി. സ ധർമാത്മജ. അവിടെ വിസർഗം ചേർത്ത് ചൊല്ലുമ്പം അനുഗത സധർമാത്മജ അങ്ങനെ വരും. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വ്യഥത്ത ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭവതേ ഭ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മുദ സദസി വിശ്വഭൂതാത്മനെ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തത് സസുര മാനുഷം ഭുവനം ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഏവ ഭുവനമേവ തൃപ്തിം ദധൗ ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ എന്നുള്ളത് ദയിൽത്തി. തതഃ സവനകർമ്മണി പ്രവരമഗ്രപൂജാവിധിം വിചാര്യ സഹദേവവാകനുഗതഃ സധർമാത്മജഃ വ്യഥത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനേ തദാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദധൗ. അടുത്തത് 8ാമത്തെ ശ്ലോകം. തതഃ സപദി ചേദിപോ മുനി നൃപേഷു തിഷ്ഠത്സ്വഹോ സഭാജയതി കോ ജഡഃ പശുപദുർദുരൂഢം വടും ഇതി ത്വയി സദുർവചോ വിതതിമുദ്വമന്നാസനാത് ഉദാപതദുദായുധ സമപതന്നമും പാണ്ഡവാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തത സപതി ചേദിപോ മുനി നൃപേഷു തിഷ്ഠത് സ്വഹോ സഭാ ജയതി കോ ജഡഃ പശുപ ദുർദുരൂഢം വടും ഇതി ത്വയി സ ദുർവചോ വിതതിം ഉദ്വമൻ ആസനാത് ഉദാപതത് ഉദായുധ സമപദൻ അമും പാണ്ഡവാ.
അർത്ഥം തഥ അതിനുശേഷം സ ആ ചേതിപ ചേതി രാജാവ് ശിശുപാലൻ മുനി നൃപേഷു മുനിമാരും രാജാക്കന്മാരും തിഷ്ഠത്സു ഇരിക്കുമ്പോൾ ജഡ മൂഢനായ ക ആരാണ് പശുപദുർദുരൂഢം യാദവരിൽ മൂഢനായ വടും ബ്രഹ്മചാരിയെ സഭാജയതി പൂജിക്കുന്നു. അഹോ കഷ്ടം തന്നെ. ഇതി എന്നിപ്രകാരം ത്വയി അങ്ങിൽ ദുർവചോവിതതിം ദുർഭാഷണ സമൂഹം ഉദ്വമൻ പുറപ്പെടുവിക്കുന്നവനായി സപതി വേഗത്തിൽ ആസനാത് ഇരിപ്പിടത്തിൽ നിന്ന് ഉദായുധ ആയുധം ഉയർത്തിക്കൊണ്ട് ഉദാപതത് ചാടി പാണ്ഡവാ പാണ്ഡവന്മാർ അമും ഈ ശിശുപാലൻ്റെ സമപതൻ നേർക്ക് ഓടിച്ചെന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ നോക്കാം. തഥ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സപതി എന്ന് ഒരു സാമതി ചേർത്ത് ചൊല്ലുമ്പം തതസപതി രണ്ട് സാന്ന് വേണം. ചേതിപോ മുനി നൃപേഷു തിഷ്ഠത് സ്വഹോ ഷ്ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സഭാ ജയതി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കോ ജഡ അവിടെ വിസർഗം ഡ എന്നാണത്. ടാഠ ഡ മൂന്നാമത്തെ ഡ എന്നാണ്. പശുപ ദുർദുരൂഢം വടും ഇതി ത്വയി സ ദുർവചോ വിതതിം ഉദ്വമൻ ആസനാത് ഉദാപതത് ഉദായുധ അവിടെ വിസർഗം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സമപദൻ അമ്മും പാണ്ഡവാ നീട്ടിയിട്ട് വിസർഗം ഉണ്ട്. പാണ്ഡവ എന്നുള്ളതിന് ഡ എന്നാണ്. തതസപതി ചേതിപോ മുനി നൃപേഷു തിഷ്ഠത്സ്വഹോ സഭാജയതി ഗോ ജഡ പശുപദുർദുരൂഢം വടും ഇതി ത്വയി സ ദുർവചോ വിദതി മുദ്വമന്നാസനാത് ഉദാപതദുദായുധാഃ സമപതന്നമും പാണ്ഡവാ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.